ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സൻസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മണ്ടേത്തേക്കുള്ള അനാലിസിസ് ആണ്. സോ നമ്മുടെ ലെവൽസിലേക്ക് കിടക്കാം. ഓക്കെ, സോ നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 2 days മുന്നേ ഐ തിങ്ക് 3 days ആയി ഞാൻ ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. റെഗുലർ വ്യൂവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. എന്നിട്ട് അത് വിട്ടിട്ട് ഇതുവരെ പോയിട്ടില്ല, വലിയ മൂവ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. കണ്ടോ, ഒരു മൂവ് ഇതുവരെ ഇല്ല. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൈസ്, റൈറ്റ്? സോ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് തന്നെ ഒരു മൂവ് കാണാം. ഓക്കെ, സോ റെഗുലർ വ്യൂവേഴ്സ് മസ്റ്റായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി നെക്സ്റ്റ് വീക്ക് വോളറ്റൈൽ വീക്ക് ആയിരിക്കും. ഇതിൻ്റെ ഓൾമോസ്റ്റ് മൂവ് എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിലുണ്ട്. ABC ആക്ച്വലി ഇതൊരു സ്ട്രക്ചർ വേറെ ടൈപ്പാണ്. നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ 1 2 3 4 5 കൗണ്ടിങ്ങിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ABC സ്ട്രക്ചർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായി പോകും, എന്നുവെച്ചാൽ എല്ലാം കൺഫ്യൂഷനായി പോകും. പിന്നെ നിങ്ങൾ ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് കിടക്കാൻ ഇപ്പോൾ എനിക്ക് ചെറിയൊരു മടിയാണ്. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. ഒത്തിരി പേര് നമ്മുടെ ചാനലിലുണ്ട്, എൻ്റെ ചാനൽസിലുണ്ട്. അവർക്ക് പേഴ്സണൽ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാകും. അവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലേണിംഗ് വീഡിയോസ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂടെ കുറച്ചുകൂടി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ ഒത്തിരി കിടക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി യൂട്യൂബിൽ ആകെ അവർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇത് മാത്രം കാണിച്ചുകൊണ്ട്, യൂട്യൂബിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. ആക്ച്വലി സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യും, ബട്ട് ട്രെൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്, കേട്ടോ. എന്നുവെച്ചാൽ ഫിജി ഗ്യാപ്പ് ഇതൊക്കെ എല്ലാം മാർക്കറ്റിൽ അത് ബേസിക്കാണ്, നോർമലാണ്. ആസ് പെർ മീ ഞാനത് പറയുള്ളൂ, നോർമൽ. ബട്ട് എലിയറ്റ് വേവ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ആണ്. ആ മൂവ് എങ്ങനെ വരും, ആ മൂവ് എപ്പോഴും വരും, എങ്ങനെ പോകും, പിന്നെ അപ്കമിങ് ഫ്യൂച്ചർ മൂവ് എന്താ, എങ്ങനെ വരാൻ പോവുക, എങ്ങനെ ആയിരിക്കും ഈ ഒരു കൺസോളിഡേഷൻ, ഈ ഒരു ഫേസ് ഫുൾ നമ്മൾ എപ്പോഴാണ് 2-3 ദിവസം മുന്നേ കൗണ്ട് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. 5 മൂവ് കഴിഞ്ഞവരെ ഇതൊന്നും പോവുകയില്ല. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് 2-3 ദിവസം മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി എല്ലാവരും ഇത് ബ്രേക്ക് ഡൗൺ ആവും, മാർക്കറ്റ് ഇപ്പോൾ ബ്ലീഡ് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ പറക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ലാസ്റ്റ് 3 വീഡിയോസ് ലാസ്റ്റത്തെ 3 വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രക്ചർ, ഈ ഒരു ബാക്ക് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ, അതിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇത് മൂവ്സ് കഴിഞ്ഞിട്ടില്ല. ഈ മൂവ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ഫർദർ മൂവ്. സോ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് 1 2 3 4 and 5. ഓക്കെ, 5 ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് ഞാനിപ്പോൾ 5 മുകളിലേക്ക് പോയിട്ടേ ബാക്കി ഫർദർ മൂവ് ഉണ്ടാവുകയുള്ളൂ. ബട്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 5 ഇവിടെ വന്ന് സ്റ്റക്കാണ്. ദാറ്റ് മീൻസ് 5 ചില റെയർ കേസസിൽ, ചില കേസസിൽ 5 ഞാൻ അങ്ങനെ കണ്ടേക്കുന്ന എക്സ്പാൻഡിങ് ട്രയാങ്കിൾ നമ്മൾ അങ്ങനെയാണ് റീഡ് ചെയ്ത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ചില സമയത്ത് ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, 5th മൂവ് ഫെയിലിയർ ആയിരിക്കും. ഇനി എനിക്ക് തോന്നുന്നത് അതാണ് ഇത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓർ ഇത് ABC ആവാം. ABC എങ്ങനെ ഇത് AB, ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 0 പോയിൻ്റാണ്. ഇത് A, B and C മുകളിലേക്ക്. സോ അങ്ങനെയാണ് നോക്കുവാണെങ്കിൽ, ABC വെച്ച് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഈ പോയിന്റ് 0 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് A and ഇത് B. ഇനി C മുകളിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി, ഇത് എടുത്തു, ലോ ടു ആ ഹൈ അടിച്ച ഹൈ, ആൻഡ് ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ലോ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 127% വരെ പോകാറുണ്ട് ഇത്. സോ 23,460 അപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ നമ്മുടെ, ഓക്കെ, അത്രേ പോകാറുള്ളൂ ഇത് യൂഷ്വലി. ഓക്കെ, സോ 460, 400, 460 ഓർ 500 വരെ പോകാനുള്ള ചാൻസസ് ഇനി സ്റ്റിൽ ഉണ്ട് ഇതിനകത്ത്. സോ ഇൻ കേസ് ഫെയിലിയർ ആണെങ്കിൽ, ഫെയിലിയറുടെ കൺഫർമേഷൻ, ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ ഫെയിലിയറുടെ കൺഫർമേഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇൻ കേസ് ഫെയിലിയർ ആണെങ്കിൽ താഴേക്ക് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. ബ്ലീഡ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറയാം ആ കാര്യം. ഓർ ഇവിടുന്ന് പ്രൈസ് നമ്മുടെ 5th വേവ് കംപ്ലീറ്റ് ചെയ്യാനെങ്കിൽ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് തന്നെ ആവണം. ആൻഡ് ദെൻ നേരെ സ്ട്രെയിറ്റ് നമ്മുടെ ഈ ടാർഗറ്റ് അടിക്കണം. ഓക്കെ, ഏതാ ടാർഗറ്റ് ആയാലും നമ്മൾ 460, റൈറ്റ്? സോ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 460 അല്ലല്ലോ, ഇപ്പോൾ റെസിസ്റ്റൻ്റ് ഇവിടെ വരുന്നത് 430 ആൻഡ് ദെൻ 435 ആണ്. അതിൽ 460 ആണ്. ദാറ്റ് മീൻസ് ഈ ട്രെൻഡ് ലൈൻ്റെ ഏരിയ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഇത് എക്സ്പാൻഡിങ് ട്രയാങ്കിളുടെ അത് ഏരിയ. ഓക്കെ, അങ്ങനെ വെച്ചാൽ സാർ ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനത് ഇതായിരിക്കുള്ളൂ. ഇത് ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആയിരുന്നു, റെഡ് ക്യാൻഡിൽ. ഓക്കെ, സോ അത് 430 ആണ്. ദെൻ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ആൻഡ് ദെൻ 530 വരെ
ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ വേറൊരു കൗണ്ടിങ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ. ഓക്കെ, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ വേറെ കൗണ്ടിങ് നമ്മുടെ ഏതാ വരുന്നത്, നമുക്ക് പറയാനുള്ളത് ഈ സ്മോൾ ടൈം ഫ്രെയിമുകൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 and 4 and 5th മുകളിലേക്ക് പോകും. സോ മൺഡേ മേ ബി ഓപ്പണിംഗ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ്, നേരെ അവർ മുകളിലേക്ക് പോയിട്ട് പിന്നെ ഡംപ് ചെയ്യും. ഓക്കെ, ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ അങ്ങനെയാണ്. 1, 2, 3, 4, 5 മുകളിലേക്ക് പോയിട്ട് പിന്നെ നേരെ അടിച്ചിടും താഴേക്ക്. ഓക്കെ, സോ ഇപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഇനി മൂവ്സ് എല്ലാം കയ്യാറായിട്ടുണ്ട്. എന്ത് നോക്കിയാലും സ്മോൾ ടൈം ഫ്രെയിമുകൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 and 5th വേവ് മുകളിലേക്കാണ്. ഇതിൻ്റെ ഈ ഫുൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ 1, 2, 3, 4 അത് മുകളിലേക്ക് 5th ആണ്. സോ മേ ബി മുകളിലെ അവർ ഗ്യാപ്പ് അപ്പോ സംതിങ് അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ ഇടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓർ ഇത് ഫെയിലിയർ ആണെങ്കിൽ അപ്പോഴും താഴെ തന്നെ. ഓക്കെ, അപ്പോഴും താഴെ തന്നെയാണ് വരുന്നത്. സോ ട്രേഡ് ചെയ്യുമ്പോൾ കോഷ്യസ്ലി ട്രേഡ് ചെയ്യുക. ബട്ട് യെസ്, ഇനി നല്ല ഒരു മൂവ്സ് നമുക്ക് ഉണ്ടാകും. മോസ്റ്റ്ലി മെയിൻലി നമുക്ക് പറയാനുള്ളത് താഴേക്ക് വന്നാൽ ഇവിടെ ഷോർട്ടിങ് പൊസിഷൻ എന്തായാലും ഇരിക്കണ്ട. സോ പി കോഷ്യസ് വെക്കണം. പി ട്രേഡ് കിട്ടും, ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് ഇപ്പോൾ താഴേക്ക് വന്നാൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏതാ ഈ ലോ 23,970 ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനും ഉണ്ടാവും സപ്പോർട്ട്. ഇവിടെ ഇവിടെ നമ്മുടെ ഈ ബ്ലൂ ലൈൻ ഇത് കണ്ടോ, ഈ ഒരു ബ്ലൂ ലൈൻ നമ്മൾ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ ഇവിടെ, അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ ബൈങ് സോണിനൊക്കെ വരും. ഇതൊക്കെ ബൈങ് സോണാണ്, വലിയ ടൈം ഫ്രെയിം, ബിഗർ ടൈം ഫ്രെയിമിലേക്ക് കേട്ടോ. സോ ഇതൊക്കെ എല്ലാം ഇനി കോഷ്യസ് വേണം. ഇതിൻ്റെ അടിയിൽ നമ്മൾ ആസ് പെർ മീ ഓർ നമ്മൾ ആക്ച്വലി ഇവിടെ പി ചെയ്യുകയാണെങ്കിൽ ചെറിയ സ്കാൽപ്പ്. ഓക്കെ, പി സജസ്റ്റ് ചെയ്യുന്നത് പി ചെയ്യേണ്ട, കാരണം ഇവിടുന്ന് ബൈങ് വരുവാണെങ്കിൽ ഉണ്ട് ഒരു ഷൂട്ടഡ് ബൈങ് വരും. പക്ഷേ കോഷ്യസ് വേണം, കാരണം ഷൂട്ടഡ് ബൈ എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ കിട്ടത്തില്ല കേട്ടോ. ചിലപ്പോൾ താഴേക്ക് വരുമ്പോൾ പ്രീമിയം മെൽറ്റേറ്റഡ് ആയിരിക്കും പിന്നെ ഷൂട്ട് ചെയ്യണത് വരും. സോ നമ്മൾ എന്തായാലും കോഷ്യസ് ആവുക. ഇവിടെ പി എന്തായാലും ഇനി ഈ താഴേക്ക് വന്നാൽ പി കോഷ്യസ് ആവണം. കാരണം വെച്ചാൽ താഴേക്ക് വന്നാലുണ്ടല്ലോ സിംഗിൾ ക്യാൻഡിലായിരിക്കും അടിച്ച് കയറ്റുന്നത്, മുകളിലേക്ക്. അത് ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഡാറ്റ ഇതൊക്കെ എല്ലാം നോക്കിയിട്ടായിരിക്കും നമുക്ക് പറയുന്നത്. സോ പിക്കാർക്ക് അവർ എക്സിറ്റ് ചെയ്യാൻ നോക്കുകയുള്ളൂ. അവർ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്ട് അടിച്ച ആൾ പി എക്സിറ്റ് ചെയ്യുമ്പോഴേക്ക് സിയിലേക്ക് കൺവേർട്ട് ആവുമല്ലോ. കാരണം നമ്മൾ പി തട്ടാനാണെങ്കിൽ സി ബൈ ചെയ്യുന്നു. സോ അവരും പിന്നെ ഫ്രഷ് സി ബയർസ് അവർ കാത്തിരിക്കുന്നതാണ് എല്ലാവരും കൂടി ഇവിടെ വന്നാൽ വേണം നമുക്ക് സി എടുക്കാൻ. സോ അത് ഡബിൾ സ്പീഡിലായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. അതാണ് ഞാൻ അത്രയ്ക്ക് കോഴ്സ്. സോ മൂവ് എന്തായാലും വരാൻ പോവുക, നെക്സ്റ്റ് വീക്ക് വോളറ്റൈലായിരിക്കും. അങ്ങനെ മൂവ് വരാൻ പോവുകയാണ്. സോ നമ്മൾ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. പി കോഷ്യസ് വേണം. സി സൈഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങോട്ട് താഴേക്ക് വന്നാലും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ, ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മുടെ ലെവലിലേക്ക് വന്നാൽ അങ്ങനെ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി വേറെ ഇതിനകത്ത് നിഫ്റ്റിയിൽ പറയാനൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ, ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, എനിക്ക് മോട്ടിവേഷൻ കിട്ടും, കുറച്ചുകൂടി നല്ല ഒരു വ്യക്തമായിട്ട് വീഡിയോ ഉണ്ടാക്കാനുള്ളത്. സോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതോ. നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ അത് തന്നെയാണ്, എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ലൈൻ നിങ്ങളുടെ പേഴ്സണൽ ചാർട്ടിൽ നിങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചു കേട്ടോ. ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് കേട്ടോ, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഞാൻ വരച്ച് വെക്കുന്നത് നമ്മൾ ഈ എക്സ്പാൻഡ് ട്രയാങ്കിൾ തന്നെയാണ്. സോ പ്രൈസ് താഴേക്ക് വന്നാൽ ഈ ഒരു ലോ സപ്പോർട്ടാണ്, ഇത് കണ്ടോ. ഓക്കെ, ഈ ലോ സപ്പോർട്ടായിരിക്കും. പ്രൈസ് ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെയാണ്, എല്ലാ ഇൻഡെക്സസ് മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. ഞാൻ പി സജസ്റ്റ് ചെയ്യത്തില്ല. മോസ്റ്റ്ലി താഴേക്ക് വന്നാൽ എല്ലാം മറ്റേ ഈ ബൈങ് സോണിലേക്ക് തന്നെ വരുള്ളൂ കേട്ടോ. ദാറ്റ് മീൻസ് കഴിഞ്ഞു. ഇനി അധികം ബ്ലീഡിങ് കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അങ്ങോട്ട് പറയാനുള്ളത് തന്നെ, ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഇനി താഴേക്ക് ലിമിറ്റഡ് ആണ്. ബട്ട് എവിടെ നിന്നാണ് ബൈങ് വരുന്നത് അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു സപ്പോർട്ട് സോണാണ് ബിഗ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, അതിൻ്റെ താഴെ കൂടി ഇങ്ങനെ ബൈ ചാൻസ് പോവുകയാണെങ്കിൽ ഈ ഒരു ലോ അത്രയ്ക്ക് താഴേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ അനാലിസിസ് നമുക്ക് പിന്നെ ചെയ്യാം ഫർദർ. ബാങ്ക് നിഫ്റ്റി ശരിക്കും ഇവിടെ എവിടെയെങ്കിലും ബോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബാങ്ക് നിഫ്റ്റി ശരിക്കും ലോ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് ശരിക്കും നമുക്ക് പറയാം. ബട്ട് ഇൻ കേസ് എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ, കാരണം ഞാൻ മൺഡേ കോഷ്യസ്ലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൺഡേ ശ്രദ്ധിക്കണം. ഈ മൺഡേ ഓർ നെക്സ്റ്റ് മൺഡേ, ഈ മൺഡേ ആണ് ഞാനിപ്പോൾ പറയുള്ളൂ. സോ ഈ മൺഡേ എന്താ ഇനി
ഈ മൺഡേ ഈ ലോ ബാങ്ക് നിഫ്റ്റി കട്ട് ചെയ്യാൻ പാടില്ല, നിഫ്റ്റി കട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റി കട്ട് ചെയ്യാൻ പാടില്ല. ഈ നിഫ്റ്റിയുടെ പ്രഷറിൽ ബാങ്ക് നിഫ്റ്റി കട്ട് ചെയ്യുകയാണെങ്കിൽ സോ ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇവിടെ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി മീൻസ് ലിമിറ്റഡ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് തന്നെ ആയിരിക്കുള്ളൂ. ഇനി നിഫ്റ്റിയിൽ കുറച്ചുകൂടി ചാൻസസ്, ബാങ്ക് നിഫ്റ്റിയിൽ ചാൻസസ് കുറവാണ്. നിഫ്റ്റിയിൽ 90% താഴേക്ക് വരാനുള്ള ഓർ 100% താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 50 to 60% ചാൻസസ് ഉള്ളൂ താഴേക്ക് വരാൻ. ഈ ലോ കട്ട് ചെയ്യാനുള്ള ചാൻസസ് ദാറ്റ് മീൻസ് കുറവാണ്. ഓക്കെ, കാരണം നമ്മൾ ഇവിടുന്ന് കൗണ്ടിങ്ങിനുള്ള നോക്കുകയാണെങ്കിലുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞു ഐ തിങ്ക് ആണ്. ബാങ്ക് നിഫ്റ്റി ഈ കൗണ്ടിങ് ആരൊക്കെ ഞാൻ പിന്നെ തരാം നിങ്ങൾക്ക്. നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നില്ല. ഇത്രയ്ക്ക് ഞാൻ അനാലിസിസ് ഇത്ര വലിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി നമുക്ക് സെൻസെക്സ് അനാലിസിസ് കിടക്കാം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ മറ്റേ നമ്മുടെ ലേണിംഗ് വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നില്ല. വ്യൂസും ലിമിറ്റഡ് വ്യൂസാണ്, ലൈക്സും കുറവാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സെൻസെക്സ് ഈ റിജക്ഷൻ ലൈനാണ്. സെൻസെക്സ് കറക്റ്റ് കണ്ടോ, ഇവിടെ നിന്ന് ഈ റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സോ സെൻസെക്സ് അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളത്. സെൻസെക്സ് ലിമിറ്റഡ് ഡൗൺ സൈഡ് ബ്രേക്കൗട്ട് തരുമ്പോൾ നല്ല ഒരു മൂവ് തരുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്ക് നല്ലൊരു മൂവ് നമുക്ക് സെൻസെക്സ് തരും അപ്കമിങ് ടൈമിൽ. ഇനി സെൻസെക്സിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യാനുള്ളത് എനിക്ക് സെൻസെക്സിൻ്റെ ഈ ഒരു ലോ ടൈപ്പ് ഓഫ് ഫിൻബാർ കണ്ടോ, ടൈപ്പ് ഓഫ് ഫിൻബാറാണ് ഇവിടെ ഫോം ആയത് കണ്ടോ. സോ അതൊരു ലോ വാല്യൂബിൾ ആണ്, അതിൻ്റെ ലോ കറക്റ്റായിട്ട് സെൻസെക്സിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ഇത് വിട്ടാൽ പിന്നെ താഴേക്ക് ഇത് തന്നെ വരികയുള്ളൂ. ഓക്കെ, പിന്നെ മറ്റേ താഴത്തെ ഒരു സപ്പോർട്ട്സ് വന്നു. വേറെ സെൻസെക്സിന് റെസിസ്റ്റൻസ് ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഈ റെഡ് ലൈൻ ഇത് ഈ റെഡ് ഇതിൻ്റെ റെഡ് ക്യാൻഡലിൻ്റെ ഈ വിഗ്. ഓക്കെ, സോ അത് പറയുന്നത് ഇവിടെ 76,600. ഓക്കെ, സോ അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയതാണ്. അതാണ് ആ ഒരു. സോ പ്രൈസ് മുകളിലേക്ക് പോയി അവിടെ റിജക്ഷൻ എടുത്ത് താഴേക്ക് തന്നെ വരാനുള്ളതാണ് ചാൻസസ് ഉണ്ടാവും. കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 കൗണ്ടിങ് കഴിഞ്ഞല്ലോ ഇതിൻ്റെ സെൻസെക്സിൻ്റെ. സോ സെക്കൻഡാണ് ഇപ്പോൾ താഴേക്ക് നമ്മൾ ഇത് കണ്ടോ. ലൈവ് മാർക്കറ്റിംഗ് എല്ലാവരും കൂടി ഇങ്ങനെ തന്നെ ഇത്ര ക്ലിയർ ആയിട്ട് ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ അങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാം. ഇങ്ങനെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സോ ഡയഗണൽ പാറ്റേണിൻ്റെ കണ്ടോ ബ്രേക്ക് ഡൗൺ ആയി. 1 2 3 4 5 മൂവ് മുകളിൽ കംപ്ലീറ്റ് ആയി. എക്സാക്റ്റ് അവിടെ റെസിസ്റ്റൻസ് എടുത്തു കണ്ടോ, 5 മൂവ് കംപ്ലീറ്റ് ആയി. ഈ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് എടുത്തു. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കണ്ടോ, ഹാമർ കണ്ടോ, പിൻ ബാർ ഹാമർ ഇൻവേർട്ടഡ് കണ്ടോ. സോ റിജക്ഷൻ ക്യാൻഡിലാണ്, ബ്രേക്കായി. ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തു, നമ്മുടെ ഈ താഴേക്ക് വരാൻ തുടങ്ങി കറക്റ്റായിട്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഈസിലി നമുക്ക് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് ആസ് പെർ മീ എനിക്ക് കാണുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് 3 മൂവിലേക്കാണ് താഴെ വരേണ്ടത്. ഓക്കെ, 1 സിംഗിൾ മൂവാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. സോ മേ ബി ഒരു ബൗൺസ് അതിൻ്റെ വീണ്ടും താഴേക്ക് വരുള്ളൂ. ഓക്കെ, പക്ഷേ താഴേക്ക് വരുമ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 75,830 ഇവിടെ സപ്പോർട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ഫിബനാച്ചി വെച്ച് നിങ്ങൾ റിട്രേസ്മെൻറ്റ് എടുക്കാം. ലേറ്റസ്റ്റ് ലെഗ് ഓക്കെ, ലോ ടു ഹൈ. സോ ആ ഏരിയ 81% സീറോ ഇവിടെ തന്നെ വരാം. 75,900 അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഏരിയ. സോ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ചാർട്ട് പാറ്റേൺ. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ മേ ബി ഒരു ബൗൺസ് വന്നാലും വീണ്ടും താഴേക്ക് തന്നെ വരും. ഓർ താഴെ വന്ന അപ്പോൾ കോഷ്യസ് ആവണം. താഴേക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. താഴേക്ക് വന്ന് ഡയറക്റ്റ്ലി താഴേക്ക് വരുന്നതാണെങ്കിൽ 75,830 ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ താഴേക്ക് വന്നാൽ. സോ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ.